ഹായ് എവ്രി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ സൊസൈറ്റിയിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഏർലി ഹ്യൂമൻ സെറ്റിൽമെന്റ്. ഇതിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒറിജിൻ ഓഫ് ഹ്യൂമൻ ആണ്. മനുഷ്യവർഗത്തിന്റെ കൃത്യമായിട്ടുള്ള ഉത്ഭവത്തെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇല്ലെങ്കിലും ദക്ഷിണ മധ്യ ആഫ്രിക്കയിലാണ് ആദ്യമായിട്ടുള്ള ഒരു ഉത്ഭവം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പുരാവസ്തു ഗവേഷകര് ആദ്യകാലത്തെ മനുഷ്യരെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് അവശിഷ്ടങ്ങളും മറ്റും കുഴിച്ചെടുത്തും അത് കണ്ടെത്തിയിട്ടുമായിരുന്നു. 1970 പുരാവസ്തു ഗവേഷകനായ മേരി ലിക്കി കിഴക്കൻ ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ ലെറ്റോലി എന്ന പ്രദേശത്ത് നിന്നും ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പര്യവേഷണം നടത്തുകയുണ്ടായി. അഗ്നിപർവ്വത ചാരത്തിൽ നിന്ന് സംരക്ഷിച്ചിട്ടുള്ള ആധുനിക മനുഷ്യരുടേതെന്ന് കരുതുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചു. അപ്പൊ ഇത് ആസ്ട്രലോപിത്തക്കസിന്റെ അവരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവിടെ അന്നത്തെ കാലത്ത് ജീവിച്ച ആ മനുഷ്യരെ കുറിച്ചുള്ള വിവരങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മനുഷ്യരെന്ന് പറയുന്നത് മനുഷ്യരെ പോലെ തന്നെയായിരുന്നു ആസ്ട്രലോപിത്തസുകളും, നീണ്ടു നിവർന്ന് നടക്കുന്ന മനുഷ്യരായിരുന്നു അവർ. ദെൻ ലെറ്റോലിയുടെ കാൽപ്പാടുകൾ അഥവാ മനുഷ്യ ഉത്ഭവത്തിന് ഒരു ശക്തമായിട്ടുള്ള തെളിവുകളായിരുന്നു ആ പ്രദേശത്ത് നിന്ന് കിട്ടിയ മനുഷ്യരുടെ കാൽപ്പാടുകൾ. ദെൻ 1921 വടക്കൻ റൊഡേഷ്യയിലെ ബ്രോക്കൺ ഹിൽ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഖനന പ്രവർത്തനത്തിനിടെ യൂറോപ്യനിലെ നിയാണ്ടർത്താൻ മനുഷ്യരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവർക്ക് സാദൃശ്യമായിട്ടുള്ള തലയോട്ടികളും മറ്റും കണ്ടെത്താൻ സാധിച്ചു. ദെൻ റൊഡേഷ്യൻ മനുഷ്യർ എന്നറിയപ്പെടുന്ന ഇവരെ കുറിച്ച് എന്താണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആധുനികതര ഹോമിനോയിഡുകളാണെന്നാണ് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ 4 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നും പരിശീലനം നേടിയ വിഗ് വാട്ടർ റാഡ് എന്നുള്ള സർവകലാശാലയിലെ ഒരു അനാട്ടമിസ്റ്റ് ആയിട്ടുള്ള റൈമണ്ട് ഡാറ്റ് ദക്ഷിണാഫ്രിക്കയിലെ ടൗണിന് സമീപമുള്ള ഒരു ചുണ്ണാമ്പ് കോറിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുരങ്ങിന്റെ ഫോസിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു തലയോട്ടി അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രബന്ധവും കാര്യവും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു തലയോട്ടി എല്ലാ വളർച്ചയും തികഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ അറിവുകളും അല്ലെങ്കിൽ അതിന്റെ തലയോട്ടി അല്ലെങ്കിൽ സെറിബ്രൽ സവിശേഷതകളും കാര്യങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു. ദെൻ ആഫ്രിക്കൻ വലിയ കുരങ്ങുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മനുഷ്യവംശത്തിന്റെ തുടക്കത്തെ ഒരു പ്രതിനിധീകരിക്കുന്നത് പ്രധാനമായും എന്താണ് ഇരുകാലുകളുള്ള ഈ കുരങ്ങരായിരുന്നു എന്നാണ് പരാമർശിക്കുന്നത്. ദെൻ മേരി ലിക്കി കിഴക്കൻ ആഫ്രിക്കയിൽ ജോലി ചെയ്യുമ്പോൾ US നരവംശാസ്ത്രജ്ഞനായിട്ടുള്ള ഡൊണാൾഡ് ജൊഹാൻസിനെയും അതുപോലെ അവിടുത്തെ സംഘവുമായിട്ടുള്ള എത്യോപ്യയിലെ ഏകദേശം 1000 മൈൽ വടക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു ഫോസിൽ പര്യവേഷണം നടത്തുകയുണ്ടായി. 1974 ജൊഹാൻസന്റെ സംഘം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തി. പ്രായപൂർത്തിയായ ഒരു പെൺ ഹോമിനിഡിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അസ്ഥികൂടമായിരുന്നു അവർക്ക് ആ ഒരു പര്യവേഷണത്തിലൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അവരെ ആ ഒരു അസ്ഥികൂടത്തെ അവർ സ്നേഹപൂർവ്വം വിളിച്ചിട്ടുണ്ടായിരുന്നത് ലൂസി എന്നായിരുന്നു. ദെൻ ഏകദേശം 3.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ലൂസി ജീവിച്ചിരുന്നു എന്നാണ് അവര് മനസ്സിലാക്കിയിട്ടുള്ളത്. ദെൻ അക്കാലത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരു ഹോമിനോയിഡ് ആയിട്ടാണ് അവരെ അവർ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ കിഴക്കൻ ആഫ്രിക്കയിലെ കാൽപ്പാടുകൾ പതിപ്പിച്ചിട്ടുള്ള ലൂസിയും മറ്റും അവരുടെ ഹോമിനോയിഡുകളും ആസ്ട്രലോപിത്തക്കസിന്റെ ഇനമാണെന്നാണ് അവർ അവരുടെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ നിവർന്ന് നടക്കാനുള്ള കഴിവും അതുപോലെ അവർക്ക് അനായാസം കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള ആ ഒരു നിവർന്ന് നടക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അനായാസം ദൂരത്തിൽ ഇത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം എന്നുള്ളൊരു കഴിവിലും അവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ദെൻ സാധ്യമായിട്ടുള്ള എല്ലാ ഭീഷണികളും മറ്റും അവർക്ക് തടയാനും അതുപോലെ ഭക്ഷണം കണ്ടെത്താനും കുട്ടികളെ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഒറിജിൻ എന്നൊരു രീതിയിൽ പറയുന്നത്. ദെൻ ജോഗ്രഫി ആൻഡ് മൈഗ്രേഷൻ. ദെൻ മനുഷ്യന്റെ ആദ്യകാലത്തെ കുടിയേറ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ഏകദേശം 6000 മുതൽ 7000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തെക്ക് കിഴക്കൻ അറേബ്യയിലേക്ക് അവര് മാറി താമസിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നരവംശ ശാസ്ത്രജ്ഞയിലെ എമറിസ് പ്രൊഫസർ ആയിരുന്ന അലക്സാണ്ടർ ഹാർകോട്ടിങ്ങിന്റെ അഭിപ്രായത്തിൽ സമീപകാല പുരാവസ്തു കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഹോമിയോസാപ്പിയൻസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കാം കുടിയേറ്റത്തിലൂടെ എന്നുള്ളതാണ്. ദെൻ ആദ്യകാല മനുഷ്യർക്ക് കുടിയേറ്റത്തിന് വിവിധ തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ പ്ലീസ്റ്റോസിൻ ഹിമയുഗത്തില് 13000 വർഷങ്ങൾക്ക് മുമ്പ്
ഏഷ്യയിലെ വടക്കേ അമേരിക്കയിലും ബന്ധിപ്പിച്ച് ഒരു കരപ്പാലം രൂപപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പം കാലാവസ്ഥക്ക് ഈ നരവംശ ശാസ്ത്രജ്ഞർക്ക് ഭൂമിയെയും അവരുടെ കാലാവസ്ഥയെ കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളെ കുറിച്ചും അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ എന്താണ് ഈ കരപ്പാലം നടന്ന ഒടുവിൽ വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും എല്ലാം കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നു. ഈ മൈഗ്രേഷൻ സിദ്ധാന്തം എന്താണ്, പല തെളിവുകളും അവർക്ക് ഇതിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലെ സിദ്ധാന്ത പ്രകാരം ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി പറയുന്നത് മനുഷ്യന് മുമ്പുള്ള ഹോമിനോയിഡുകൾ ആഫ്രിക്കയിൽ വികസിപ്പിക്കുകയും യൂറോപ്പിലെയും ഏഷ്യയിലെയും ചില ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു എന്നതാണ്. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയില് ആദ്യ ഹോമോസാപ്പിയൻസ് പ്രത്യക്ഷപ്പെട്ടത് 40,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അവർ ആഫ്രിക്കയിൽ നിന്നും വടക്കോട്ട് മിഡിൽ ഈസ്റ്റിലേക്കാണ് കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ അവർ യൂറോപ്പിലേക്കും അതുപോലെ ഏഷ്യയിലേക്കും എത്തിച്ചേർന്നു. മനുഷ്യരാശിയുടെ വികസനത്തിന് സാമൂഹിക രൂപീകരണത്തിനും എന്താണ് ഇവരുടെ കുടിയേറ്റം കാരണമായി തീർന്നു. ജനസംഖ്യാ സമ്മർദ്ദം, അതുപോലെ ഭക്ഷ്യലഭ്യത, കാലാവസ്ഥ, മറ്റു കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഇവയുൾപ്പെടെ ഇവയുടെ സമ്മർദ്ദം മൂലമാണ് ഈ മനുഷ്യർ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നത്. ഒരു ജനസംഖ്യ ഒരു പ്രത്യേക പ്രദേശത്ത് വസിക്കുമ്പോൾ അവിടുത്തെ ജനസംഖ്യാ വലുപ്പവും അല്ലെങ്കിൽ അവിടെയുള്ള വിഭവങ്ങളും കാരണങ്ങളും അവർക്ക് ആ ഒരു ലഭ്യതക്കുറവ് വരുമ്പോഴാണ് അവർ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തത്. ഇതിൽ ഏറ്റവും അവർക്ക് സമ്മർദ്ദം നേരിട്ടുള്ള ഒന്നായിരുന്നു ഭക്ഷണ ലഭ്യത എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യാ കഴിവ് അമിതമായി വർദ്ധിക്കുമ്പോൾ അവർക്ക് ഭക്ഷണത്തിന് ലഭ്യത കുറയുകയും അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ ഉൽപാദനത്തെയും മറ്റും ആശ്രയിച്ചു. ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളും ഭക്ഷ്യോൽപാദനം മറ്റും ഗണ്യമായി വർദ്ധിച്ചപ്പോൾ അവർ വനങ്ങളിലും മറ്റും ജീവിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ അവർ ഉപജീവനത്തിനായിട്ട് വേട്ടയാടലുകളും മറ്റുമാണ് അവിടെ വനത്തിലുള്ള പഴങ്ങളും മറ്റും ശേഖരിക്കുകയുമാണ് അവർ അതിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ കാലാവസ്ഥയും സാഹചര്യങ്ങളും മറ്റും മാറിപ്പോവുകയും അതുപോലെ ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി അവർക്ക് മറ്റു ദേശങ്ങളിലേക്ക് ദേശാടനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരുടെ സാഹചര്യം എത്തിത്തീർന്നു. ആദ്യകാലം മനുഷ്യരുടെ കുടിയേറ്റ രീതികൾ രേഖപ്പെടുത്തുന്നത് ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല എന്നുള്ളതാണ് ഇത്. പക്ഷെ ശേഷിക്കുന്ന അവരുടെ ഉപകരണങ്ങളും അതുപോലെ കല, അവരുടെ ശ്മശാന സ്ഥലങ്ങളും ഇവിടെ നിന്നുമൊക്കെ അവർക്ക് കിട്ടിയ ജനിതക പാറ്റേണുകളിൽ നിന്നാണ് മനുഷ്യരുടെ കുടിയേറ്റ കഥകളെ കുറിച്ചുള്ള വിവരങ്ങളും മറ്റും അവർക്ക് ലഭിക്കുന്നത്. പിതാവിന്റെ ജനിതക കോഡുമായിട്ട് കലരാത്ത അമ്മയിൽ നിന്നും അവർ സന്തതികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മൈറ്റോകോൺട്രിയയിൽ നിന്നാണ് അവർ ഈ DNA മറ്റും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുടിയേറ്റത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് അവര് ഏതാനും ഡസൻ ആളുകൾ നാടോടികളായിട്ടുള്ള ഗോത്രങ്ങളും അവരെ വേട്ടയാടിയിട്ടുള്ള കന്നുകാലികളുടെ കുടിയേറ്റ രീതികളും മറ്റും പിന്തുടരാനുണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ വേട്ടയാടലിനായി പുതിയ മേഖലകൾ തുറക്കുന്നതിന് മറ്റും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ തേടിയിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കും മറ്റും മാറിപ്പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവരുടെ മറ്റൊരു രീതിയാണ് ഫുഡ് ഗാദറിങ്. അവര് ഭക്ഷണം ശേഖരിച്ചിരുന്ന മോഡും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വേട്ടയാടൽ തന്നെയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഫുഡ് ഗാദറിങ്. അതിനായിട്ട് അവർ വേട്ടയാടൽ തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേട്ടയാടുന്നവർ ഉപജീവന മാർഗത്തിലും മറ്റും ഏർപ്പെട്ടിരുന്നത് ഇതായിരുന്നു. 3 പ്രാദേശികമായിട്ടുള്ള വിഭാഗങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഫ്രിക്കൻ ഫോറേജർമാരെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. മധ്യ ആഫ്രിക്കയിലെ പിഗ്മികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ കിഴക്കൻ ആഫ്രിക്കയിലെ വേട്ടയാടുന്നവരായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ അർദ്ധവരണ്ട സവാനകളിൽ ബുഷ്മെൻ എന്നുള്ള ഒരു വിഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ മഡഗാസ്കറിലെ മൈക്യ ഫോറസ്റ്റിലെ ഫെറോജേസിനെയും ഇതില് പരാമർശിക്കുന്നുണ്ട്. കാമറൂൺ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കാബോൺ, ഗിനിയ, റുവാണ്ട, ഉഗാണ്ട, സാംബിയ തുടങ്ങിയിട്ടുള്ള 10ഓളം രാജ്യങ്ങളിൽ ഈ പിഗ്മികൾ വസിക്കുന്നുണ്ടായിരുന്നു. റുവാണ്ട, ഉഗാണ്ട, ടാൻസാനിയ, കെനിയ, സൊമാലിയ, എത്യോപ്യ അതുപോലെ 6 കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പിൻഗാമി അല്ലാത്തവരെയും കണ്ടെത്തിയിട്ടുണ്ട്.
ദെൻ അതുപോലെ തന്നെയാണ് അങ്കോള, ബോട്ട്സാന, നമീബിയ, ദക്ഷിണാഫ്രിക്ക, സാംബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളിൽ എന്താണ് ബുഷ്മെൻ എന്നുള്ള ഒരു വിഭാഗവും നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ മിക്ക വേട്ടക്കാരുടെയും ഒരു ടൂൾ എന്ന് പറയുന്നത് അവർക്ക് താരതമ്യേന ലളിതമായിരുന്നു. അവർ പ്രാഥമികമായി ഉപയോഗിക്കുന്നത് എന്താണ് ലൈറ്റ് കില്ലിംഗ് ആയിട്ട് ചില കമ്പുകളോ അങ്ങനത്തെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളായിരുന്നു അവർ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് അവൾ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന ടൂൾ കിറ്റുകൾ എന്തൊക്കെയായിരുന്നു വെച്ചാൽ കുന്തങ്ങള്, അറ്റ്ലാന്റുകള്, അതുപോലെ അമ്പ്, വില്ല് തുടങ്ങിയവയായിരുന്നു അവര് കാര്യമായിട്ടും വേട്ടയാടാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഭക്ഷണം തയ്യാറാക്കാൻ അവർക്ക് അതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിലും ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമായിരുന്നു അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ മൃഗത്തെയും അതിന്റെ തൊലിയെല്ലാം തുറന്ന രീതിയിൽ തീയിലേക്ക് എറിഞ്ഞുകൊണ്ട് അത് ചുട്ടെടുത്തായിരുന്നു അവര് ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ടൂൾസ് ടു പാലിയോലിത്തിക് ആൻഡ് മെസോലിത്തിക് ഏജ്. ഓരോ ഏജ് കഴിയുന്തോറും എന്താണ് അവരുടെ ആയുധങ്ങളിലും കൂടുതൽ ഡെവലപ്മെന്റുകൾ ഉണ്ടായി തുടങ്ങി. ദെൻ പാലിയോലിത്തിക്കും നിയോലിത്തിക്കും കാലഘട്ടത്തിൽ എന്താണ് കൂടുതൽ ചേഞ്ചസുകൾ വന്നുകൊണ്ടിരുന്നു. മനുഷ്യ ചരിത്രത്തിന്റെ മുഴുവൻ കാലഘട്ടത്തെയും രണ്ട് കാലഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്, ചരിത്രാതീതവും അതുപോലെ ചരിത്രവും. പ്രീ ലിറ്ററേറ്റ് യുഗം മനുഷ്യരാശിയുടെ അസ്തിത്വത്തിന് അതുപോലെ ബഹുഭൂരിപക്ഷത്തെയും ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. ദെൻ BCE 3500 വരെയായിരുന്നു ഇത് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ചില ശിലായുഗ സംസ്കാരങ്ങൾ അതിജീവിക്കുകയും വിദൂര ദേശങ്ങളിൽ കുറച്ച് ഗോത്രങ്ങൾ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ചരിത്രാതീത കാലഘട്ടത്തെ പാലിയോലിത്തിക് അതുപോലെ നിയോലിത്തിക് എന്നീ കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവ ഓരോ കാലഘട്ടത്തിലും നിർമ്മിച്ച ശിലായുധങ്ങളുടെ പേരിലാണ് ഈ കാലഘട്ടങ്ങൾ അറിയപ്പെട്ടിട്ടുള്ളത്. ദെൻ പാലിയോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 2,00,000 BCE മുതൽ 10,000 BCE വരെയാണ് കണക്കാക്കുന്നത്. ഇത് സാധാരണയായി ഈ ഒരു കാലഘട്ടത്തെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് മുമ്പത്തെ കാലഘട്ടവും അതുപോലെ ഇതിന് ശേഷമുള്ള ഒരു കാലഘട്ടമായിട്ടും ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് കുറഞ്ഞത് 4 ഇനം മനുഷ്യരെയെങ്കിലും അല്ലെങ്കിൽ ജീവികളെയും ഭൂമിയിൽ വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ 1961 നരവംശാസ്ത്രജ്ഞരായിട്ടുള്ള ജൊനാഥൻ ലിക്കി ടാൻസാനിയയിൽ നിന്നും ഏകദേശം 1.8 ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു തലയോട്ടിയും മറ്റും കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. ഇത് ഹോമോ ഹാബിലിസിന്റെയോ അല്ലെങ്കിൽ പ്രാപ്തിയുള്ള മനുഷ്യൻ, അത് എന്തും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനാണ്, അത്തരത്തിലുള്ള ഒരാളുടെ ഒരു തലയോട്ടിയാണ് കണ്ടെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ദെൻ ഹോമോ ഹാബിലിസിന്റെ ആധുനിക മനുഷ്യരുടെ യഥാർത്ഥ പൂർവികനായിട്ടാണ് കണക്കാക്കുന്നത് ഹോമോ ഹാബിലിസിനെ. ദെൻ പ്രധാനമായും മൃഗങ്ങളുടെ അസ്ഥികൾ അതുപോലെ മരങ്ങളുടെ കൈകാലുകൾ, കല്ല് കഷ്ണങ്ങൾ പലപ്പോഴും തകർന്നതോ അല്ലെങ്കിൽ അസംസ്കൃത രൂപത്തിലുള്ളതോ ആയിട്ടുള്ള പ്രകൃതിദത്ത വസ്തുക്കളാണ് അവരുടെ ആയുധങ്ങളായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ എന്നിരുന്നാലും ഈ ഉപകരണങ്ങളൊക്കെ ഹോമോ ഹാബിലിസിന്റെ ഭക്ഷണ ദൗർബല്യ കാലത്ത് എന്താണ് ഒരു വേട്ടക്കാരനെ അതിജീവിച്ചു കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം അവർക്ക് വളരെയധികം സഹായകമായിട്ടുണ്ടായിരുന്നു. ദെൻ ഹോമോ ഹാബിലിസിന്റെ അതിജീവനം സഹകരണത്തെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. അവർ പരസ്പരം സഹകരിച്ചുകൊണ്ടായിരുന്നു ഏതൊരു കാര്യത്തെയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിനാൽ അവർക്ക് എന്താണ് മനുഷ്യരാശിയുടെ ഏറ്റവും മുൻനിരയിലെത്താൻ തന്നെ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആദ്യകാല പാലിയോലിത്തിക് കാലഘട്ടത്തിലെ 2 നിവാസികളായിരുന്നു ജാവാമാനും അതുപോലെ പെങ്കിങ് മാനും. ജാവാമാൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് മനുഷ്യനെ പോലെയുള്ള ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ജീവിയാണ് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. ദെൻ ഏകദേശം 5 ലക്ഷം BCE ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ ജീവിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ദെൻ 1891 ജാവ ദ്വീപിലാണ് ജാവ മനുഷ്യനെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുടെ അവശിഷ്ടങ്ങളും മറ്റും ജാവ ദ്വീപിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ദെൻ 1926 to 1930 ഇടയിലാണ് ചൈനയിൽ പീക്കിംഗ് മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിനുശേഷം പീക്കിംഗ് തരം കുറഞ്ഞത് 32 അസ്ഥികൂടങ്ങളുടെ ശകലങ്ങളും ആ ഒരു സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ പീക്കിംഗ് മനുഷ്യനും അതുപോലെ ജാവ മനുഷ്യനും ഏകദേശം എന്താണ് പ്രാചീനതയുള്ളവരാണെന്നും അതുപോലെ പൂർവ്വ വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്നും ശാസ്ത്രജ്ഞന്മാര് സമ്മതിക്കുന്നുണ്ട്. ദെൻ പുരാതന ശിലായുഗ കാലഘട്ടത്തിൽ അവസാനം 25,000 വർഷങ്ങളിൽ പുരാതന മനുഷ്യന്റെ 4ാമത്തെ ഇനവും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യകാല ഗുഹാവാസികൾ എന്ന നിലയിൽ പ്രസിദ്ധമായ ഹോമിയോ നിയാണ്ടർത്തലുകളായിരുന്നു ഈ ഒരു ഇനം എന്ന് പറയുന്നത്. ദെൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഇവരെ കണ്ടെത്തിയത് ജിബ്രാൾട്ടറിലാണ്.
ദെൻ 1856 ജർമ്മനിയിലെ ഡെൽസൻഡോവിലെ സമീപമുള്ള നിയാണ്ടർതാൽവയിൽ നിന്നാണ് ഇവരുടെ അസ്ഥികൂടങ്ങളും മറ്റു ശകലങ്ങളും എല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. ദെൻ സ്പെയിൻ, ഇറ്റലി, യൂഗോസ്ലാവിയ, റഷ്യ, ഇസ്രായേൽ തുടങ്ങി വ്യാപകമായി വേർതിരിക്കുന്ന പ്രദേശങ്ങളിലും പൂർണ്ണമായ അസ്ഥികൂടങ്ങൾ ഉൾപ്പെടെ നിരവധി കണ്ടെത്തലുകളും ഇവരെ കുറിച്ചുള്ള ഒരുപാട് കണ്ടെത്തലുകളും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ നിയാണ്ടർത്തലുകൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആധുനിക മനുഷ്യരായിട്ട് സാമ്യമുള്ളവരായിരുന്നു എന്നും ശാസ്ത്രജ്ഞർ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ഇവർ ഹോമിയോ സാപ്പിയൻസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. ദെൻ ലേറ്റർ പാലിയോലിത്തിക് കൾച്ചർ. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് പഴയ ശിലായുഗത്തിന്റെ സംസ്കാരം പിന്നീട് പാലിയോലിത്തിക് ഘട്ടത്തിലേക്ക് ഒരു പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഈ കാലഘട്ടം ഏകദേശം 200 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്നു. BCE 30,000 മുതൽ 10,000 വരെ. ദെൻ പിൽക്കാല പാലിയോലിത്തിക് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മനുഷ്യരുടെ ഇനം ക്രൊമാഗ്നൻ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ഇത് തെക്കേ ഫ്രാൻസിലെ ക്രൊമാഗ്നൻ ഗുഹയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു പേര് അവർക്ക് ലഭിക്കാൻ കാരണം അവിടെ നിന്നും അവരുടെ മറ്റു ശിലകളും കാര്യങ്ങളും അവരെ കുറിച്ചുള്ള അറിവുകളും കിട്ടിയത് കൊണ്ടാണ്. ദെൻ അവിടെ ഏറ്റവും സാധാരണമായി ചില അവശിഷ്ടങ്ങളും മറ്റും അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ദെൻ ഹിമാനികളിൽ ആധിപത്യം പുലർത്തുന്ന തണുത്ത കാലാവസ്ഥയിലും മറ്റും ജീവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഇവർ. ദെൻ ക്രൊമാഗ്നൻ ആളുകളിൽ ഉയരവും വീതിയും ഉള്ള ആളുകളായിരുന്നു. അവർക്ക് നിവർന്നു നടക്കുന്നവരും അതുപോലെ പുരുഷന്മാരുടെ ശരാശരി 6 അടി ഉയരമുള്ളവരായിരുന്നു അവർ. അവർക്ക് വിശാലമായിട്ടുള്ള പുരികങ്ങൾ ഉണ്ടായിരുന്നു, നന്നായി വികസിപ്പിച്ച തടി ഉണ്ടായിരുന്നു. ദെൻ ആധുനികമായിട്ടും അവർക്ക് ഇപ്പോഴത്തെ ആളുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തലയോട്ടി ശേഷി വളരെ കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ പിൽക്കാല ലേറ്റർ പാലിയോലിത്തിക് പീരീഡില് അവർക്ക് കാര്യമായിട്ടുള്ള ഒരു പുരോഗതി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ റെയിൻഡിയർ, അതുപോലെ ആനക്കൊമ്പ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളും കല്ലിന്റെ അടരുകളും അതുപോലെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച അമ്പും വില്ലും ഇത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളും മറ്റും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പിൽക്കാല പാലിയോലിത്തിക് ജനത വസ്ത്രം ധരിച്ചിരുന്നതായും അതുപോലെ സൂചിയുടെ ഉപയോഗവും മറ്റും ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ തുണി നെയ്യാനുള്ള അറിവ് അവർക്കില്ലെങ്കിലും അനുയോജ്യമായ രീതിയിൽ മറ്റും അതിന് ബദൽ മാർഗമായിട്ട് അവർ മൃഗങ്ങളുടെ തൊലിയും മറ്റും വിജയകരമായിട്ട് തന്നെ തുന്നിച്ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മാംസം പാചകം ചെയ്യുന്നതിനും അവർക്ക് മാംസം വറുക്കാനും അതുപോലെ അവർക്ക് അടുപ്പും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും തെളിവുകളെ കാണിച്ചു തരുന്നതാണ്. ദെൻ തെക്കൻ ഫ്രാൻസിലെ സൊലൂട്രയിലെ അത്തരത്തിലുള്ള അടുപ്പുകളും മറ്റും ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളും മറ്റും അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ദെൻ ക്രൊമാഗ്നൻ ആളുകൾ വീടുകൾ നിർമ്മിച്ചിട്ടില്ലെങ്കിലും പ്രകൃതിദത്തമായിട്ടുള്ള അഭയ കേന്ദ്രങ്ങളിലും മറ്റുമാണ് താമസിച്ചു പോകുന്നുണ്ടായിരുന്നത്. അവരുടെ വീടുകൾ ഒരു ഗുഹ പോലെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദെൻ ഭക്ഷ്യവിതരണത്തിന്റെ ഇടിവ് കാരണമാണ് പാലിയോലിത്തിക് സംസ്കാരം BCE 10,000 കൂടി അവസാനിച്ചത്. ദെൻ അടുത്തതാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. പാലിയോലിത്തിക് പീരീഡിനും അതുപോലെ നിയോലിത്തിക് ഏജിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിന്റെ ആരംഭം അവസാനിക്കുന്ന രീതിയും അതുപോലെ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 10,000 BC മുതൽ 8,000 BC വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ദെൻ ആദ്യകാല മധ്യശിലായുഗ ഭക്ഷണ രീതികളിൽ നിന്നും ഭൂരിഭാഗവും പ്രോട്ടീൻ ഉൾപ്പെടുന്ന ഭക്ഷണ രീതിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. മാംസാഹാരം കഴിക്കുന്നതും അതുപോലെ മാംസബുക്കുകളുമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവര്. ദെൻ സസ്യഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും കൂടെ മാംസാഹാരത്തിനായിരുന്നു അവർ ഏറ്റവും കൂടുതൽ പ്രസക്തി നൽകിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ കാലത്തെ ടെക്നോളജിയെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ദെൻ മെസോലിത്തിക് കാലഘട്ടത്തിൽ ചെറിയ ബ്ലേഡുകളോ അതുപോലെ മൈക്രോ ബ്രോയിനുകളോ ഉപയോഗിച്ച് സ്നാപ്പിംഗ് ടെക്നിക്കിലൂടെയാണ് അവർ പല കാര്യങ്ങളും സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഫലമായിട്ട് അവർക്ക് പല സൈറ്റുകളിൽ നിന്നും ഇതിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള അറിവുകളും കാര്യങ്ങളും ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ പരിസ്ഥിതി മാറുന്നതിനനുസരിച്ച് അവരുടെ ടൂളുകളിലും അവരുടെ പല കാര്യങ്ങളിലും കൂടുതൽ ചേഞ്ചുകൾ വന്നുകൊണ്ടേയിരുന്നു. ദെൻ ഈ സംഭവ വികാസങ്ങളും അതുപോലെ സസ്യങ്ങൾ മുറിക്കുന്നതിനും മരങ്ങൾ മുറിക്കുന്നതിനും അവർക്ക് പല രീതിയിലുള്ള ആയുധങ്ങളും മറ്റും അവർ പുതുതായിട്ട്
നിർമ്മിച്ചു. അതൊക്കെ വളരെയധികം മിനുസപ്പെടുത്തിയതും മൂർച്ചയേറിയതുമായിട്ടുള്ള ആയുധങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ നീളമേറിയ ബ്ലേഡ് സെറ്റുകൾ അവർക്ക് പല സൈറ്റുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് ബ്ലേഡ് സെറ്റുകളും അതുപോലെ പ്രാഥമികമായിട്ട് തെക്കൻ ഇംഗ്ലണ്ടിലെ നദീതടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അവർക്ക് തെളിവുകളും മറ്റും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പരമ്പരാഗതമായിട്ട് ഈ ഒരു ബ്ലേഡ് വ്യവസായം 11,600 മുതൽ 9,500 വരെയുള്ള ഒരു കാലഘട്ടം വരെ വ്യാപിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ദെൻ മൈക്രോലിത്തുകൾ, അതായത് മുള്ളുകൾ പോലെയുള്ള പോയിന്റുകള്, സുഷിരങ്ങള്, അതുപോലെ കൊമ്പുകൾ കൊണ്ടുള്ള ഉളി, വെഡ്ജുകള്, അച്ചുതണ്ടുകൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സുഷിരങ്ങളും കൊമ്പ് എന്നിവയൊക്കെയാണ് ഈ മൈക്രോലിത്തുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ യഥാർത്ഥത്തിൽ ഇടുങ്ങിയ തരത്തിലുള്ള ബ്ലേഡും കാര്യങ്ങളുമാണ് മൈക്രോലിത്തുകൾ എന്നതുകൊണ്ട് അവരെ അർത്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് പല കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി മുറിക്കാനും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒന്നായിരുന്നു. ദെൻ അവസാനമായിട്ട് പറയുന്നത് ഏർലി പാസ്റ്ററലോയിസം ആണ്. ദെൻ ആദ്യ കാലത്തുള്ള ഈ പാസ്റ്ററലിസം എന്ന് പറയുന്നത് ശിലായുഗത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അവർക്ക് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള ഒരു വികസനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് അവർക്ക് വളരെയധികം സഹായകമായിട്ടുണ്ടായിരുന്നു. പാസ്റ്ററലിസം ഭക്ഷണത്തിനും മറ്റു വിഭവങ്ങൾക്കുമായിട്ട് മൃഗങ്ങളെ വളർത്തുന്നതിനും അതുപോലെ നിയന്ത്രിക്കുന്നതിനും അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ഒരു ജീവിത രീതിയായിരുന്നു പാസ്റ്ററലിസം എന്ന് പറയുന്നത്. ദെൻ വേട്ടക്കാരന്റെ ജീവിത രീതി എന്താണ്? ആ ഒരു വേട്ടക്കാർ എന്നുള്ള ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് തന്നെ മാറാനുള്ള ഒരു സാഹചര്യവും ഇതിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്താ പൂർണ്ണമായിട്ടും കന്നുകാലികളെയും മറ്റും നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് അവരുടെ ജീവിത രീതി മാറി. ദെൻ 10,000 വർഷങ്ങൾക്ക് മുമ്പ് പുതിയൊരു ശിലായുഗം എന്നറിയപ്പെടുന്ന നിയോലിത്തിക് കാലഘട്ടത്തിലെ ആദ്യകാല പശുപരിപാലനം ആരംഭിച്ചത് ഈ ഒരു ഏജിലാണ്. ദെൻ കൃഷിയുടെയും മൃഗങ്ങളുടെയും വളർത്തലിന്റെ ഒരു ആവിർഭാവം തന്നെ വേണമെങ്കിൽ ഈ ഒരു പീരീഡിനെ പറയാം. ദെൻ ഈ കാലഘട്ടത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളിലേക്ക് വഴിതിരിച്ചു കൊണ്ടുവന്നു. ദെൻ പാസ്റ്ററലിസം എന്ന് പറയുന്നത് കൃത്യമായ സമയവും അതുപോലെ സ്ഥലവും ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ അവരെന്താണ് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നതിലൂടെ അവർക്ക് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള ഒരു ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടും അവരെ സഹായിച്ചു. ദെൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് ആദ്യകാല ഇടയന്മാര് കന്നുകാലികളെ, ചെമ്മരിയാടുകൾ, അതുപോലെ ആടുകൾ, കുതിരകൾ എന്നിവ വളർത്തുകയും പരിപാലിച്ചു പോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഈ മൃഗങ്ങളെ മാംസം, അതുപോലെ പാല്, അവരുടെ പാലുൽപ്പന്നങ്ങൾ എന്നിവക്കായിട്ട് ഈ ഭക്ഷണ സ്രോതസ്സുകൾക്കായിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇടയന്മാരെ മൃഗങ്ങളെ അവരുടെ തൊലികൾ, അതുപോലെ രോമങ്ങൾ, അസ്ഥികൾ എന്നിവയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പാസ്റ്ററലിസം മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റികൾ അവരുടെ കന്നുകാലികളോട് ചേർന്ന് നിൽക്കേണ്ടതിനാൽ അർദ്ധസ്ഥിരമോ അല്ലെങ്കിൽ സ്ഥിരമോ ആയിട്ടുള്ള വാസസ്ഥലങ്ങളും മറ്റും അവർ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇടയന്മാർ പലപ്പോഴും അർദ്ധ നാടോടികളായിരുന്നു. ഒരു സ്ഥലത്ത് നിന്നുള്ള ഭക്ഷണ കാര്യങ്ങൾ അവർക്ക് ലഭ്യത കുറവ് വന്നാൽ അവർ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അർദ്ധ നാടോടികളായിരുന്നു. ദെൻ പുതിയ മേച്ചിൽപ്പുറങ്ങളും അതുപോലെ ജലസ്രോതസ്സുകളും പശുപരിപാലനത്തിലുള്ള പുതിയ കാര്യങ്ങളും അവർക്ക് കിട്ടുന്നതോടുകൂടി തന്നെ അവർ പുതിയ സ്ഥലങ്ങളിലേക്ക് രാപ്പാർക്കുന്ന ഒരു രീതിയായിരുന്നു അവർക്ക്. പലപ്പോഴും പാസ്റ്ററൽ സൊസൈറ്റികൾ, കുടുംബ യൂണിറ്റുകൾ സാമൂഹിക സംഘടനയെ കൂടുതലായിട്ടുള്ള ഒരു കാതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സഹായകമായി. ദെൻ കന്നുകാലികളെ നിയന്ത്രിക്കുന്നതിലും മൃഗങ്ങളുടെ പെരുമാറ്റം മനസ്സിലാക്കുന്നതിലും വൈദഗ്ധ്യം പ്രകടിപ്പിച്ചവരാണ് ഈ ഒരു റോളുകളും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാത്തവർക്ക് ഈ ഒരു രീതി അറിയില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചവരായിരുന്നു ഈ ഒരു കന്നുകാലികൾ അല്ലെങ്കിൽ പാസ്റ്ററലിസം ഫോളോ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹ്യൂമൻസിന്റെ ഒറിജിൻ എന്താണെന്നുള്ളതും അതുപോലെ ഓരോ ഏജിലുള്ള മാറ്റങ്ങൾ, പാലിയോലിത്തിക്കും അതുപോലെ മെസോലിത്തിക്, നിയോലിത്തിക് എന്നീ ഈ കാലഘട്ടങ്ങളും അതുപോലെ അവിടെ വളർന്നു വന്നിട്ടുള്ള ടെക്നോളജീസും ആയുധങ്ങൾ, ടൂൾസിന്റെ ഉപയോഗം, അതുപോലെ ഫുഡ് ഗ്യാതറിങ്, ദെൻ പാസ്റ്ററലിസം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.